കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മാലയോഗം ഒരു വഴിക്ക് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഉണ്ണിമായ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടുന്ന് മാറി നിൽക്കുക എന്നല്ല, നമുക്ക് ആർക്കായാലും നമ്മളെ അലോസരപ്പെടുത്തുന്ന, നമ്മൾക്ക് അസ്വസ്ഥത മാത്രം നൽകുന്ന ആ സ്ഥലം ഏതാണോ അവിടുന്ന് മാറാനാണ് തോന്നുക. എങ്ങോട്ടേലും ഓടി ഒളിക്കാൻ ആ ഒരു മാനസികാവസ്ഥയല്ലേ നമുക്കൊക്കെ തോന്നാറുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയണേ. നമ്മൾ പല രീതിയിലും എന്താ പറയുക, ഒറ്റപ്പെടലുകളും പ്രയാസങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. ഇതൊക്കെ തരണം ചെയ്തും ഇപ്പോഴും അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. ഈ ഉണ്ണിമായക്ക് സംഭവിച്ചതുപോലെ എന്നല്ല, മറ്റെന്തെങ്കിലും രീതിയിൽ പ്രയാസങ്ങൾ നമ്മളെ ചുറ്റുമുണ്ട്. എല്ലാത്തിൽ നിന്നൊക്കെ തരണം ചെയ്ത് നമ്മളിങ്ങനെ അഗ്നിയായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഉണ്ണിമായക്കും സാധിക്കട്ടെ. മാലയോഗം ഭാഗം 24 ഭാഗത്തിലേക്ക് സ്വാഗതം. മഠത്തിൻ്റെ പിന്നാമ്പുറത്തെ നീണ്ട വരാന്തയിലെ അടഞ്ഞു കിടക്കുന്ന വലിയ മരവാതിൽ തട്ടി വിളിക്കാനുള്ള ഭീതിയിൽ അവർ നിന്നെങ്കിലും ഒടുക്കം കവിത ഉറക്കെ വിളിച്ചു ചോദിച്ചു. വാതിൽ തുറക്കുന്നത് ആരായാലും തങ്ങളെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുമോ എന്ന ശങ്കയിൽ ഇരുവരും കാത്തുനിന്നു. കുറച്ചു നേരത്തെ നിൽപ്പിനൊടുവിൽ വലിയ ശബ്ദത്തിൽ വാതിൽ പാളികൾ തുറക്കപ്പെട്ടു. വല്ലാത്തൊരു അപകർഷതാബോധം വന്നു പൊതിഞ്ഞതും വാതിൽ തുറന്ന സ്ത്രീയുടെ മുൻപിൽ നിൽക്കാൻ ഭയപ്പെട്ട് ഉണ്ണിമായ കവിതയുടെ പിറകിലേക്ക് മാറി നിന്നു. എത്രയൊക്കെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തിട്ടും മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ അവൾ പ്രാപ്തിയായിരുന്നില്ല. ആരാ? കൈനിറയെ സ്വർണ്ണവളകളും കഴുത്തിൽ കാശിമാലയും അണിഞ്ഞ് ചുവപ്പ് പട്ടുസാരിയിൽ വന്ന സൗപർണിക അവരെ നോക്കി അടിമുടി അവരെ നോക്കി നിന്നു. മനസ്സിലായില്ല. ഇരുവരും നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോൾ ധാർഷ്ട്യത്തോടെയായി പിന്നീടുള്ള ചോദ്യം. ഞാൻ സുചിത്രേച്ചിയുടെ മോളെ കവിത. സൗപർണിക മുറുക്കി ചുവന്ന ചുണ്ടോടെ വായിൽ മുറുക്കിയത് തുപ്പിക്കൊണ്ട് കവിത പറയുന്നത് ശ്രവിക്കുന്നുണ്ടെങ്കിലും നോട്ടം കവിതയുടെ പിറകിൽ നിൽക്കുന്ന ഉണ്ണിമായുടെ മുഖഭാവത്തിലായിരുന്നു. ഇത് ഉണ്ണിമായ, മരിച്ചുപോയ ഭാമിനി ചേച്ചിയുടെ മോള്. കവിത ഉണ്ണിമായുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടു. മരിച്ചതല്ലല്ലോ, കൊന്നതല്ലേ? വല്ലവൻ്റെയും കൂടെ പോയി വയറും വീർപ്പിച്ച് വന്നിട്ട് തള്ളേനെയും കൊന്ന് അവൾ ഒന്നും അറിയാത്തതുപോലെ നടക്കുക. ഉണ്ണിമായുടെ നേർക്കവർ ചീറി. മുഖത്ത് വലിയൊരു പ്രഹരമേറ്റതുപോലെ സ്തംഭിച്ചു നിന്നുപോയി ഉണ്ണിമായ. പൂരത്തിനോ തിരുവാതിരക്കോ അതല്ലെങ്കിൽ അമ്പലത്തിലെ മറ്റേതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ വളരെ ദൂരെ നിന്ന് മാത്രമേ ഉണ്ണിമായ സൗപർണികയെ കണ്ടിട്ടുള്ളൂ. ഉണ്ണിമായയെ സൗപർണിക കണ്ടിട്ടുണ്ടോയെന്ന് പോലും നിശ്ചയമില്ല. ആദ്യമായി കാണുന്ന ഒരാളോട് ഇത്ര അപമര്യാദയോടെ പെരുമാറുന്ന സൗപർണികയെ അവൾ നിറമിഴികളോടെ നോക്കി. നിന്റെ മുതലക്കണ്ണീരൊന്നും ഇവിടെ ആർക്കും കണ്ട. ഓ, ഇവിടെ ഒരുത്തന് നീയേ മതിയെന്നും പറഞ്ഞു ഒറ്റക്കാലിൽ തപസ്സായിരുന്നല്ലേ. ഗർഭാണെന്നും വേലി ചാടിയതാണെന്നൊക്കെ കേട്ടപ്പോൾ പിന്നെ അവൻ്റെ പത്തി താനെ താഴ്ന്നു. വാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു സൗപർണിക തൊഴുത്തുവിടുന്ന ഓരോ വാക്കുകൾക്കും. അത് ഉണ്ണിമായുടെ നെഞ്ചം കീറി മുറിച്ചു കൊണ്ടിരുന്നു. കവിത അവരെ കോപത്തോടെ നോക്കി നിന്നു. അവളുടെ മിഴികളിൽ സൗപർണികയെ ചുട്ടരിക്കാനുള്ള കനലുണ്ടായിരുന്നു. ഉണ്ണിമായുടെ ഉള്ളിലെ വേദന തേങ്ങലായി പുറത്തേക്ക് വന്നു. നമുക്ക് തിരിച്ചു പോകാം കവിതേ. ഇനിയൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ലാതെ അവൾ കവിതയുടെ കൈത്തണ്ടയിൽ പിടിച്ചു വീണു. നീ കരയാതിരിക്കും ഉണ്ണിമായേ. നമ്മൾ ഇവരെ കാണാൻ വന്നതല്ലല്ലോ. വല്യാത്തോലെ കണ്ടിട്ടേ നമ്മൾ പോകൂ എന്ന് പറഞ്ഞു ഉണ്ണിമായുടെ കയ്യിൽ പിടുത്തമിട്ട് കവിത മുന്നോട്ട് വന്നു. അയ്യടി അധിക പ്രസംഗി, നീ ഇതിനകത്തേക്ക് കയറുന്നൊന്ന് കാണണം. സൗപർണിക വാതിലിൻ്റെ കട്ടിലപ്പടികളിൽ കയറി നിന്ന് ഇരുഭാഗത്തും പിടിച്ച് അവർക്ക് അകത്തേക്ക് കയറാൻ പറ്റാതിരിക്കാൻ നെഞ്ചും വിരിച്ചു നിന്ന്. അങ്ങോട്ട് മാറി തള്ളേ. മുന്നിലെ തടസ്സത്തെ ഒറ്റ വലിക്ക് വെളിയിലേക്കിട്ട് കവിത എന്നത്തെയും പോലെ ഉശിരി കാണിച്ചു. കവിത ഇത് പ്രശ്നമാകുമോ? കവിതക്കൊപ്പം നടക്കുമ്പോഴും പിറകിൽ അവർ വരുന്നുണ്ടോ എന്ന് ഉണ്ണിമായ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. എന്ത് പ്രശ്നം? നമ്മൾ കൊലക്കുറ്റം വല്ലതും ചെയ്തോ? കവിത ഈർഷ്യയോടെ തിരക്കി. അവളുടെ ഉള്ളിലെ അരിശം അപ്പോഴും അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല.
മുമ്പിൽ കാണുന്ന മുറിയിലെ ജനാലക്കരികിൽ വലിയൊരു സോഡാ ഗ്ലാസും വെച്ച് പുസ്തകം വായിച്ചിരിക്കുന്നവനെ കണ്ടതും രണ്ടാളും പതറി അങ്ങനെ നിന്നു. പുറംതിരിഞ്ഞിരിക്കുകയാണെന്നും അത് ഭരതനാണെന്ന് തിരിച്ചറിയാൻ രണ്ടുപേർക്കും അധികം നേരം വേണ്ടി വന്നില്ല, പ്രത്യേകിച്ച് കവിതയ്ക്ക്. പിറകിൽ നിന്നുള്ള കൊലുസുകളുടെ ശബ്ദം കേട്ടതും ഭരതൻ പൊടുന്നനെ പുറംതിരിഞ്ഞു നോക്കി. അവൻ്റെ നോട്ടം ഉണ്ണിമായയിലും കവിതയിലും ഒരുപോലെ ഉടക്കി നിന്നു. ക്രോധഭാവത്തിൽ നിന്നിരുന്നവൾ പതിഞ്ഞു പതിഞ്ഞു പൂച്ചക്കുട്ടിയാകുന്നത് കണ്ടതും ഉണ്ണിമായയുടെ ദുഃഖം മാറി ഉള്ളിൽ ചിരി പൊട്ടി. TC ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, നാളെ വന്ന് വാങ്ങിച്ചോളൂ, അവൻ എന്തോ ആലോചനയോടെ പറഞ്ഞു. ഞങ്ങൾ ആത്തോലമ്മയെ കാണാൻ വന്നതാ, ഉണ്ണിമായ പറഞ്ഞതും അവൻ എഴുന്നേറ്റ് വന്നു. ഇരുവരുടെയും അടുത്ത് ഓരോ കാലടിയും വെക്കുമ്പോഴും നഷ്ടസ്വപ്നങ്ങളുടെ കൂമ്പാരം അവൻ്റെ ചുമലിൽ ഭാരമേറിയിരുന്നു. ഇനിയും അവളെ കാണേണ്ടിയിരുന്നില്ല എന്നൊരു നിമിഷം തോന്നിപ്പോയി. ഏറി വരുന്ന ഹൃദയമിടിപ്പിനെ വരുതിയിലാക്കാൻ പാടുപെട്ട് കവിത ഉണ്ണിമായുടെ പിറകിലൊളിച്ചു. മായ്ച്ചാലും മായാത്തൊരു വിങ്ങൽ മനസ്സിൽ കൊത്തിവെച്ചതുപോലെ ഒരു പേര്. അതാണ് ഭരതൻ ഉണ്ണിമായ. അമ്മ ആ മുറിയിലാണ്. ഭരതനിൽ നിന്നും ഉത്തരം കിട്ടിയതും രണ്ടാളും വിജയലക്ഷ്മിയുടെ മുറിയിലേക്ക് നടന്നു. ഉണ്ണിമായ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലെന്ന് ആശിച്ചു ഭരതൻ അവരെ മിഴികൾ കൊണ്ട് പിന്തുടർന്നെങ്കിലും തിരിഞ്ഞു നോക്കിയത് കവിതയായിരുന്നു. ഭരതൻ കവിതയ്ക്കൊരു പുഞ്ചിരിയും നൽകി. വലിയൊരു മരക്കട്ടിലിൽ പുതപ്പ് മൂടി ഉറങ്ങുന്ന വിജയലക്ഷ്മിയെ കണ്ടതും ഇരുവരും പരസ്പരം ഒന്ന് നോക്കി. കവിതയാണ് അവരെ ആത്തോലമ്മയെന്നും വിളിച്ചുണർത്തിയത്. മിഴികൾ തുറന്നു നോക്കിയതും അവരെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ വിജയലക്ഷ്മി മിഴികൾ വീണ്ടും ചിമ്മി. ഉണ്ണിമായും കവിതയും പരസ്പരം ശങ്കയോടെ നോക്കി. എൻ്റെ ഭാമിനി എവിടെ? വിജയലക്ഷ്മി കണ്ണു തുറന്നേക്കുമെന്ന പ്രതീക്ഷയിൽ ക്ഷമയോടെ നോക്കുന്നവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു. അമ്മയുടെ പേര് കേട്ടതും നെഞ്ചിലൊരു ആന്തലായിരുന്നു. ഇതുപോലൊരു അമ്മയുടെ സ്നേഹം കിട്ടിയ എൻ്റെ അമ്മ ഭാഗ്യവതിയാണെന്ന് അവൾ ഓർത്തുപോയി. ഇതാണ് അമ്മയുടെ ഭാമിനി. കവിതയുടെ വലതുകരം എടുത്തു വിജയലക്ഷ്മിയുടെ ഇടതുകരം ചേർത്ത് വെച്ചുകൊണ്ട് ഉണ്ണിമായ പറഞ്ഞു. കവിത മിഴികൾ വിടർത്തി ഉണ്ണിമായയെ നോക്കി. ആരോ അവളെക്കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. കവിതയുടെ വിറക്കുന്ന കരങ്ങളിൽ മൃദുവായി തലോടി വിജയലക്ഷ്മി ആ കരങ്ങളിൽ ചുംബിച്ചു. എന്നാൽ ഇത് വല്ലാത്തൊരു ചതിയായി പോയിട്ടോ. ഇലഞ്ഞിത്തറയിൽ നിന്നും തിരികെ പോകുമ്പോൾ കവിത മുഖം വീർപ്പിച്ചു. എടി, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, അറിയാതെ എൻ്റെ വായിൽ നിന്ന് വീണു പോയതാ. വായിൽ നിന്ന് വീണു പോലും, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കവിത പിറുപിറുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാലും എന്താ, വിധിച്ചത് അതുപോലെ ആയിക്കൂടായില്ലല്ലോ. ഉണ്ണിമായ നയം വ്യക്തമാക്കി. ആത്തോലമ്മ കണ്ണടയും വരെ നീ അവർക്ക് കൂട്ടായിരിക്കില്ലേ? മുൻപിൽ ധൃതി കൂട്ടിപ്പോകുന്നവളുടെ കൈ തണ്ടയിൽ പിടിച്ചവൾ ആരാഞ്ഞു. കൂട്ടാകാനേ അങ്ങോട്ട് ചെന്നാൽ മതി. കണ്ടില്ല ഒരു രാക്ഷസിയെ? കവിത ദൂരെ കാണുന്ന ആ വലിയ മഠത്തിലേക്ക് നോക്കി. ഞാൻ മൂലം മുറിവേറ്റ ഒത്തിരി ഹൃദയങ്ങളുണ്ട്. ഒരു മുറിവെങ്കിലും എനിക്ക് ഉണക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നും പറഞ്ഞ് ഉണ്ണിമായ വിതുമ്പലോടെ കവിതയ്ക്ക് മുന്നേ നടന്നു. പാടവരമ്പും കടന്ന് ഇരുവരും പോകുന്നത് മുകളിലെ ജനാല വഴി ഭരതൻ നോക്കി നിന്നു. പകചൊലിക്കുന്ന തീക്ഷ്ണമിഴികളോടെ കോപം അടക്കി പിടിച്ചു പല്ല് ഞെരിച്ചുകൊണ്ട് സൗപർണിക താഴെയുള്ള ഹാളിലെ ജനാലഴികളിൽ മുറുക്കെ പിടിച്ചു അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വിഘ്നേശിനെ കണ്ടതും സമുദ്ര കയ്യിൽ വിരിച്ചിട്ട സാരി പല്ലു ഇടം കൈയിലേക്ക് വലിച്ചു പിടിച്ച് റോഡ് മുറിച്ച് കടക്കാൻ റോഡിലേക്ക് ഇറങ്ങി. റോഡിൻ്റെ ഇടതും വലതും ശ്രദ്ധിച്ചു നോക്കിയവൾ അവരുടെ അടുത്തേക്ക് വരുന്നത് വീക്ഷിച്ച് വിഘ്നേശ് ഇരുന്നു. പിറകിൽ വെങ്കിടിയും ഭാഗ്യവും മകൾ ശാലിനിയും ഉണ്ടായിരുന്നു. ആഹാ, അമ്മ വന്നില്ലേ? സമുദ്ര ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറിലൂടെ അകത്തേക്ക് തലയിട്ട് നോക്കി. അമ്മക്ക് തീരെ വയ്യ, യാത്ര ചെയ്ത് അത് കൂട്ടണ്ടെന്ന് വിചാരിച്ചു. വിഘ്നേശ് പറയുന്നത് കേട്ട് കൊണ്ട് സമുദ്ര ഡോർ തുറന്നു സീറ്റിലേക്ക് കയറിയിരുന്നു. ഒപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടു. പെങ്ങളെ, ഞങ്ങളൊന്നും പോരെ? വെങ്കിടി കുസൃതിച്ചിരിയോടെ തിരക്കി. ഷോപ്പിങ്ങിന് അമ്മ വരുമെന്ന് ഞാൻ അവൾ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. വിഘ്നേഷ് റിയർ വ്യൂ മിററിലൂടെ പിറകിൽ വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കാർ മുന്നോട്ടെടുത്തു. അമ്മയുടെ അസുഖത്തിൻ്റെ കാരണം ഞാനാ.
അതുവരെ മൗനമായി ഇരുന്നിരുന്ന ഭാഗ്യ ഈർഷ്യയോടെ പറഞ്ഞു. സമുദ്ര അപ്പോഴേക്കും പിറകിൽ നിന്നും കൈ പിടിച്ചു കൊണ്ടുവന്നു ശാലിനിയെ അവളുടെ മടിയിൽ ഇരുത്തിയിരുന്നു. മനസ്സിലായില്ലേ, ഞാനും ഷോപ്പിങ്ങിന് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാ പുള്ളിക്കാരിക്ക് അസുഖം തുടങ്ങിയത്. ഭാഗ്യ കെറുവോടെ പറയുന്നത് കേട്ട് സുമുദ്രയും വിഘ്നേഷും പരസ്പരം നോക്കി ചിരിച്ചു. നീ ഇനിയും അമ്മയോട് പോരിനിറങ്ങാൻ നിൽക്കാണോ? വെങ്കിടി വ്യസനത്തോടെ പുറം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. വരാതിരുന്നതിന് കാരണം അസുഖമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട എന്ന് കരുതി പറഞ്ഞെന്നേ ഉള്ളൂ. ശരി, ഈ വിഷയം ഇവിടെ വിടാം. ആദ്യം എങ്ങോട്ടാ? ആ സംഭാഷണം തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വിഘ്നേഷ് അവരുടെ സംസാരത്തിൽ കയറി ഇടപെട്ടു. അതോടെ ഭാഗ്യ മൗനമായി പുറം കാഴ്ചകളിലേക്ക് മിഴികൾ പായിച്ചു. അരുണയുടെ ഷോപ്പിൽ പോകാം, അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. സമുദ്രയുടെ അഭിപ്രായത്തോട് യോജിച്ചു വിഘ്നേഷ് കാർ വലിയ വസ്ത്ര സമുച്ചയം ലക്ഷ്യമാക്കി കുതിച്ചു. ഉണ്ണിമായ മുറ്റത്തേക്ക് കടന്നപ്പോൾ കാർത്തു ഉമ്മറത്തിണ്ണയുടെ ഓരത്തിരുന്ന് ചൂലുണ്ടാക്കുകയായിരുന്നു. കീറിയിട്ട പച്ച ഓലച്ചീളുകൾ വകച്ചു മാറ്റി അവർ ഉണ്ണിമായെ ഓടി വന്നു കെട്ടിപ്പിടിച്ച് മുഖം നിറച്ച് ഉമ്മ കൊടുത്തു. എൻ്റെ മോളെ കാണാൻ മുത്തശ്ശിക്ക് കൊതിയായി. നിറഞ്ഞു വരുന്ന മിഴികൾ ആ വയോധിക തിടുക്കമിട്ട് തുടച്ചു കളഞ്ഞു. ഇങ്ങോട്ട് വന്നാൽ അമ്മായി എന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചാ ഞാൻ. എല്ലാവരും എനിക്ക് പേടിയാണ് മുത്തശ്ശി. അതുവരെ അടക്കി പിടിച്ച വേദനകൾ അതോടെ കണ്ണീരായി അവളിൽ അണപൊട്ടി ഒഴുകി. എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എൻ്റെ കുഞ്ഞ് എന്തേ അവരെ ചതിച്ച് തിരിച്ചറിയാതെ പോയത്? കാർത്തുവിൻ്റെ കൈകൾ അവളുടെ ഇരു കവിളുകളിൽ പൊതിഞ്ഞു. മറുപടി പറയാനാകാതെ അവൾ വിങ്ങി കരഞ്ഞു കൊണ്ടിരുന്നു. ഇല്ല മുത്തശ്ശി, കഴിഞ്ഞു പോയതൊന്നും ഓർമ്മിപ്പിച്ച് എൻ്റെ കുട്ടിയെ കരയിപ്പിക്കുന്നില്ല. കാർത്തു അവളുടെ മിഴികൾ തുടച്ചു കൊടുത്തു. അവനെന്തിയെ അപ്പു? വീട്ടിലുണ്ട്. അവളും അവനും കൂടെ എവിടെയോ പോയതാണ്. തിരികെ വരുന്നതിന് മുന്നേ മുത്തശ്ശി എൻ്റെ കുഞ്ഞിന് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. കാർത്തു തിടുക്കപ്പെട്ടു അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങിയതും ഉണ്ണിമായ അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ഞാൻ മുത്തശ്ശിയോട് യാത്ര പറയാൻ വന്നതാണ്. ഉണ്ണിമായ കാർത്തുവിനെ നെഞ്ചോട് ചേർത്തു. എറണാകുളത്തേക്ക് പോവുകയാണ് ഞാൻ. ഈ നാട് ഉണ്ണിമായ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞെ. വിറയാർന്ന അതരങ്ങളാൽ കാർത്തു അവളുടെ കരങ്ങളിൽ ചുംബിച്ചു. ഞാൻ മുത്തശ്ശിക്ക് എഴുതാം, കവിത വന്നു വായിച്ചു തരും. ഉണ്ണിമായുടെ വാക്കുകൾ ഗദ്ഗതം വന്ന് മൂടി. ഇനി ആ മുഖത്തേക്ക് നോക്കാൻ ത്രാണിയില്ലാതെ അവൾ വേഗം മുന്നോട്ട് നടന്നു. പുലർച്ചെ അമ്പലത്തിൽ പോയി ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിൽ പോയി മിഴികൾ ചിമ്മി ഏറെ നേരം പ്രാർത്ഥിച്ചു നിന്നവൾ ഇനി ഒരു ചുവടും പിഴക്കരുതേ എന്ന് അവൾ മനമുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കലങ്ങിയ കണ്ണുകളോടെ അവൾ പതിയെ മിഴികൾ തുറന്നു. അപ്പോഴേക്കും ശ്രീകോവിലിനുള്ളിൽ നിന്നും പൂജാരി അവൾക്കുള്ള പ്രസാദവുമായി വന്നിരുന്നു. ഒന്ന് കുനിഞ്ഞു ഭക്തിയോടെ പ്രസാദം ഇരു കൈവെള്ളയിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ അവൾ കണ്ടു, തെളിച്ചമില്ലാത്ത മുഖത്ത് അവളെ കോപത്തോടെ ഒരു നോക്ക് നോക്കിക്കൊണ്ട് പൂജാരി ശ്രീകോവിലിൻ്റെ അകത്തേക്ക് തന്നെ പ്രവേശിക്കുന്നത്. അതോടെ ഉണ്ണിമായുടെ ഹൃദയം കഠിനവ്യതയാൽ പൊള്ളി. അവളുടെ കണ്ണീർ കവളിലൂടെ ഒലിച്ചിറങ്ങി ആ അമ്പലമണ്ണിനെ പൊള്ളിക്കും വിധം താഴെ തുള്ളിയിട്ടു. ആരൊക്കെയോ അവളെ കണ്ടതും അടക്കം പറയുന്നതായും പൊട്ടിച്ചിരിയുടെ ശബ്ദം കേട്ടിരുന്നെങ്കിലും അതാരാണെന്ന് പോലും നോക്കാൻ തുനിയാതെ അവൾ വേഗം നടന്നു തുടങ്ങി. വാതിൽ താക്കോലിട്ട് പൂട്ടി അപ്പുവിൻ്റെ തോളിൽ കൈയിട്ട് വരുന്നവളെ നോക്കി കവിത മുറ്റത്തു നിന്നു. കയ്യിലെടുത്ത ചാവി കവിതയുടെ ഉള്ളം കൈയിൽ വെച്ച് അവളുടെ വിരലുകൾ മടക്കി കൊടുത്തു. അവളെ നെഞ്ചോരം പിടിച്ചു നിന്നു ഉണ്ണിമായ. കവിതയെ നോക്കി ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. വല്ലതും ഒഴിഞ്ഞാൽ നിയന്ത്രണം വിട്ട് കരഞ്ഞു പോകുമോ എന്ന ഭയം മൂലം മൗനം പാലിച്ചു. അപ്പുവിനെ തോളിൽ കൈവച്ചു കവിത മുന്നോട്ട് നടന്നപ്പോൾ അവരെ അനുനയിച്ച് ഉണ്ണിമായും വലിയൊരു ബാഗും തോളിലേറ്റി കൂടെ നടന്നു. മുഖത്തൊരു പരിഹാസഭാവത്തോടെ കൗശലമായ നോട്ടത്തോടെ അവർക്ക് എതിർവശം വരുന്നവനെ കണ്ട് ഇരുവരും ഒന്ന് പകച്ചു. ഒരിടത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റിയ ശകുനി, കവിത പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അപ്പുവിൻ്റെ തോളിലെ കൈവിടാതെ തന്നെ മുന്നോട്ട് നടന്നു. അല്ല, എങ്ങോട്ടാ രണ്ട് തമ്പുരാട്ടിമാര്?
ചുണ്ടിൽ സിഗരറ്റ് കടിച്ചു പിടിച്ചുള്ള തങ്കപ്പൻ്റെ സംസാരത്തിൽ പകുതിയേ വ്യക്തമായിരുന്നുള്ളൂ. ഇവൾ ഇതെങ്ങോട്ടാ ബാഗെടുത്ത് വല്ല കോളും ഒപ്പിക്കാനാണോ? തങ്കപ്പൻ ചുണ്ടിലെ സിഗരറ്റ് എടുത്ത് ചവിട്ടി ഞെരിച്ചു. അമർഷം കൊണ്ട് കവിതയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. അവൾ തങ്കപ്പന് നേരെ തിരിഞ്ഞെങ്കിലും ഉണ്ണിമായ അവളെ തടഞ്ഞു. നീ ഇവളെയും താങ്ങി നടന്നോ? വല്ല ആലോചനയും വരുമ്പോളേ ഇവളുടെ മൂടും താങ്ങിയെന്നും പറഞ്ഞ് ഒരുത്തനും വരില്ല. വീട്ടിൽ മൂത്തിരുന്ന് മൂക്കിൽ പല്ല് വരുമടി. തങ്കപ്പൻ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് കൈകൊട്ടി ചിരിച്ചു. ഡാ പരമ, നിന്നെപ്പോലൊരു ആഭാസനെ വീട്ടിൽ കയറ്റിയിട്ടും കവിതയുടെ രോമത്തിന് പോലും ഒരു കോട്ടവും പറ്റിയിട്ടില്ല. ഉണ്ണിമായ തള്ളി മാറ്റി കവിത അയാൾക്ക് നേരെ കുതിക്കുന്നുണ്ടെങ്കിലും ഉണ്ണിമായ പിടിവിട്ടില്ല. കവിതയെ മതി നീ എനിക്ക് വേണ്ടി തല്ലു പിടിച്ചത്. 1000 കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം, ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല. ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഇതും പറഞ്ഞ് ഉണ്ണിമായ ബസ്സിലേക്ക് പടികൾ കയറുമ്പോൾ ഹൃദയഭാരം പേറി കവിത അവളെ നോക്കി നിന്നു. തുടരും. ഇനി എറണാകുള കാഴ്ചകളാണ്. ഇനി അവിടെ എന്താണാവോ ഉണ്ണിമായെ കാത്തിരിക്കുന്നത്. എല്ലാം ശുഭമാകട്ടെ. നന്ദി.